പിന്നെ ഇങ്ങനെ കാവാൻ കാരണം ചില ആളുകളെ ഓവറായിട്ടുള്ള ഇടപെടലുകളാണ്. അല്ലാതെ യൂട്യൂബ് അല്ല കേട്ടോ. യൂട്യൂബ് നമുക്ക് വെറുതെ പിടിച്ചിക്കാണ്. യൂട്യൂബ് കൊണ്ട് ഞങ്ങൾക്ക് മെച്ചം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എല്ലാ പെണ്ണുങ്ങളോടായിട്ട് ഞാൻ പറയാം, ആണുങ്ങളോടും പറയാണ്, ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ സ്വന്തം കാര്യം നോക്കണം. ജപ്പാടാണ് സ്വന്തം ആവശ്യത്തിനുള്ള പണം. മലപ്പുറം കിച്ചൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് ലൈലാത്ത എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ട്. പുള്ളിക്കാരത്തി കുറേ ദിവസമായിട്ട് നിരന്തരം ഓരോരോ വീഡിയോസ് ഇടുന്നുണ്ട്. ഇടുന്ന വേറെ ഒന്നുമല്ല, ഫാമിലി ഇഷ്യൂസ് തന്നെയാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാര്യങ്ങളും ഒക്കെ നമ്മളെടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ പറയാൻ ബാധ്യസ്ഥരായിരിക്കണം. പ്രത്യേകിച്ച് കമന്റിലൂടെ കുറെ ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വന്നിരുന്നിട്ട് പല രീതിയിലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇടുന്നത്. അത് കുറെ നാളായിട്ട് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളെ ജീവിതം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വന്നിരുന്ന് കമന്റ് ഇടുന്നതാണ്. പിന്നെ അല്ലാതെ ചൊറിയാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഈ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിന് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഉണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കിന്റെ മുന്നിൽ ഇടുക. എക്സാമ്പിൾ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ കാര്യം വീട്ടിലുള്ള സകലമാന കാര്യങ്ങളെടുത്ത് വെളിയിലിട്ട് അവസാനം അത് ഏത് രീതിയിലായെന്ന് നിങ്ങൾ കണ്ടല്ലോ. എന്തായാലും ഇതും അതുപോലെയുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ ലൈലാത്ത എന്ന് പറയുന്ന ഈ ഒരു ലേഡി കുറെ ദിവസങ്ങളായിട്ട് അവരുടെ വീട്ടിലാണ് വന്ന് നിൽക്കുന്നത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറിയിട്ട് സ്വന്തം വീട്ടിലാണ് വന്ന് നിൽക്കുന്ന ഉമ്മയോടൊപ്പം. അപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിട്ടുണ്ട്. നീ എന്തുകൊണ്ട് മക്കളെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു? യൂട്യൂബ് കാരണമാണോ നിന്റെ ജീവിതം തകർന്നത്? എന്നൊക്കെ ഉള്ള നിരന്തരം ക്വസ്റ്റ്യൻസിന് കുറെ വട്ടം പുള്ളിക്കാരത്തി ഈ ഒരു വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഫൈനലി എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള രീതിയിൽ നിലവിൽ വന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരത്തി ഒരു 2 ആഴ്ചയ്ക്ക് മുന്നേ ഇട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. കുടുംബ പ്രശ്നമായിട്ട് കച്ചറായിട്ട് വന്ന് കുത്തിരിക്കാണ് എന്നുള്ളതാണ്. ആ ഒരു പേരും പറഞ്ഞുകാണ്ട് ഒരു ചേച്ചി വീഡിയോ ഇട്ടിക്കണം. അപ്പോൾ ആ ഇട്ട ചേച്ചിനോടും ഇടാൻ നിൽക്കണ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓലോടും പാടേട്ടാ പറയണത്. ഞാൻ ഈ റമദാൻ മാസത്തിലൊരു നുണ പറയല്ല, സത്യം പറയണ. ഇച്ച സുഖമില്ലായിട്ട് പോകുന്നത് തന്നെയാനും. ഇഞ്ച മാപ്പിള തന്നെയാണ് ഇഞ്ച അമ്മാനോട് വിളിച്ച് പറഞ്ഞത്, ഓക്ക് സുഖല്ലങ്ങളോളം വന്ന് കൊണ്ടുപോയിക്കോളി, മാറിയിട്ട് വന്നാൽ മതി. പിന്നെ ഇപ്പം ഞാൻ അവിടെ ഉണ്ടല്ലോ, ചിലപ്പോൾ പണിയും കാര്യമൊന്നും ഇല്ലല്ലോ, കുട്ടികളെ ഞാൻ നോക്കിക്കൊണ്ട് ഓളങ്ങൾ വന്ന് കൊണ്ടേക്കോളി എന്ന് പറഞ്ഞിട്ട് ഇഞ്ച അമ്മയാണ് ഞാൻ വന്ന് കൊടുന്നിക്കണത്. ഇനിയിപ്പോൾ ഇഞ്ച അസുഖം എന്തേനെന്നുള്ളത് ഇച്ച ഒരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോന്നതാണ് ഞാൻ. ഇപ്പോഴും അതിന് ഞാൻ ലെവലായിട്ടില്ല. ഓരോ വീഡിയോ ഇരുന്ന് വർത്താനം പറഞ്ഞു കണ്ട് ഓരോ വീഡിയോ തട്ടിയൊപ്പിച്ച് കണ്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ടെൻഷൻ പറഞ്ഞാൽ ഉറക്കല്ലാത്ത ദിവസങ്ങളേനും അതിനൊക്കെ ലെവലായി ഇങ്ങനെ വരികയാണ് ഞാൻ. അപ്പോൾ ഇനി ആരും തന്നെ വീഡിയോ ഇട്ട് കണ്ടത് ആകെ അങ്ങോട്ട് കൊളാക്കല്ലേ മക്കളെ. ഞാൻ ആരെ പറ്റി ഒന്നും പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. ഇക്കാലം വരെ ഞാൻ ഒരാൾക്കെതിരെ വീഡിയോ ഇട്ടിട്ടില്ല. ഇത് പുള്ളിക്കാരത്തെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത ആൾക്കാരെല്ലാവരും പറയണതും ഇതുപോലെയുള്ള കാര്യമായിരുന്നു. ഇതുപോലെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് പിണങ്ങിയിട്ട് വന്ന് വീട്ടിൽ നിൽക്കുന്നു. അതിന് പുള്ളിക്കാരത്തി തന്നെ സ്വന്തമായിട്ട് ഓരോരോ വീഡിയോസ് ഇടുന്നു. പ്രത്യേകിച്ച് ഈ റീസെൻ്റ്ലി പുള്ളിക്കാരത്തിയുടെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ പുള്ളിക്കാരത്തി ലൈഫിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് തംബ്നെയിലിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കാണുന്നവർക്ക് സ്വാഭാവികമായിട്ടും സംശയവും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു കോണ്ടന്റ് ആണ്. മനസ്സിലായില്ലേ? അത് ഇപ്പം ഈ പറയുന്ന എനിക്കായാലും ഇത് നമുക്കൊരു കോണ്ടന്റ് ആണ്. നമ്മളിത് ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. നമുക്ക് അതിനകത്ത് വന്നിരുന്ന് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പ്രൈവറ്റായിട്ട് വെക്കണം. നമ്മളത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും സമൂഹത്തിന്റെ മുന്നിൽ വീണ്ടും വീണ്ടും നാണം കെടുന്നത്. കാര്യം ഈ നെഗറ്റീവ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും. കുടുംബ പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ ഇടിച്ച് കയറി ഇരുന്ന് കാണും. അതങ്ങനെയാണ്. കാര്യം ഇവരുടെ റീസെന്റ് വ്യൂവർഷിപ്പ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്ക് മുന്നേ വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്തും പുള്ളിക്കാരത്തി കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇവിടെ അതും ഇഞ്ച പെറ്റമ്മാൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണേന് അതിൻ്റെതായിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ മക്കളെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും വിചാരിച്ചല്ലേ ഇഞ്ച മനസ്സത്ത് പറയട്ടെ, ഉപ്പോളം വരൂലല്ലോ ഉപ്പിലിട്ടത്. ഈ ലോകത്തിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇഞ്ച മക്കളെ കാര്യത്തിൽ ഇഞ്ഞോളം വേദന ആർക്കും ഉണ്ടാവില്ല, ഉറപ്പാണ്. അത് പെറ്റ തള്ളാരൊരു പവറാണ്. ഇഞ്ചത് നല്ല ഇഞ്ച സ്ഥാനത്ത് വേറെ ആരൊക്കെ തന്നെയാണെങ്കിലും ഇതന്നെയാണ് പറയാനുള്ളത്. ഇജ്ജിപ്പോ അവിടെ ഇച്ച തൊയിരം തരില്ല. ഞാൻ ഒന്ന് തിരുമ്പാൻ വന്ന് നോക്കുമ്പോ
അപ്പോൾ മക്കളെ ഇങ്ങോട്ട് പോ നിൽക്കുകയാണ് കേട്ടോ. അവിടെ കുളത്തിൽ ആളുണ്ട്. അപ്പം എന്തായാലും പറയാനുള്ളത് തന്നെയാണ്, ഇഞ്ച മക്കളെ ഞാൻ വളർത്തിയ കോല ഇച്ചും പടച്ച റബ്ബിനെ അറിയുള്ളൂ. 23 വയസ്സിൽ ഞാൻ പ്രസവം നിർത്തിയിരിക്കണേ. 18ാമത്തെ വയസ്സിലാണ് ഫസ്റ്റത്തെ കുട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ 23 വയസ്സായപ്പോൾ ഇതിന് 3 കുട്ടികളെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കലും പ്രസവം നിർത്തലും കഴിഞ്ഞിരിക്കണ്. 2 വയസ്സിൻ്റെ മാറ്റത്തിൽ ആ കുട്ടികളെ വളർത്തി വലുതാക്കാൻ ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇഞ്ച മക്കളെ കാര്യത്തിൽ ഇഞ്ഞോളം വേദന ആർക്കും ഉണ്ടാവില്ല. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കമൻസിന് വന്നൊരു റിപ്ലൈ ആണ് പുള്ളിക്കാരത്തി കൊടുക്കുന്നത്. അതായത് ഈ പറയുന്ന മക്കളെയൊക്കെ വിട്ടു മാറി വന്ന് വീട്ടിൽ നിൽക്കുന്നെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നാണ് പറയണത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, യൂട്യൂബ് കാരണമായിരിക്കും പുള്ളിക്കാരത്തി വീട്ടിൽ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി തന്നത്, യൂട്യൂബ് കാരണം ജീവിതം നശിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ. മനസ്സിലായില്ലേ? പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഇപ്പം വരുന്ന വീഡിയോക്കകത്ത് ഞാൻ ബാക്കി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബകാര്യങ്ങൾ വന്ന് കഴിവതും ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇതുപോലെ വീഡിയോ ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. അതായത് നിങ്ങൾക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുമ്പോഴത്തേക്ക് അതൊരു സമാധാനം കിട്ടുമെന്ന് ഒരിക്കലും അതിനെ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് വീണ്ടും സമാധാനം കേടുണ്ടാവത്തതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. വീണ്ടും നിങ്ങൾക്ക് അത് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് കഴിവതും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ലൈഫിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ച് കാണുമല്ലോ. ഇപ്പം നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പാഠങ്ങൾ ലൈഫിൽ പഠിച്ചു, ഇനി എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഞാൻ നോക്കിയും കണ്ടൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നോക്കേണ്ടത്. പിന്നെ നമുക്ക് മനസ്സിനും ശരീരത്തിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എവിടെയാണോ നല്ലത്, ഈ ചിഞ്ചമ്മാൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സമാധാനമാണ്. അത് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് വെച്ചുകൂടി ആടില്ല. ഇഞ്ചമ്മാനെ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്ത് പറയാനുണ്ടെങ്കിലും ഞാൻ ഇഞ്ചമ്മാനോടാണ് എല്ലാം പറയല്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കണതും. അത് ഒരു തെറ്റും കുറ്റവും പ്രശ്നം ഉണ്ടായിക്കാണ്ട് വന്നിരിക്കല്ല. പിന്നെ ഇപ്പോൾ കുടുംബമല്ലേ, തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട് എന്നല്ലാതെ യൂട്യൂബായിട്ടോ ഒരു ബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അങ്ങനെ നിന്നതാണ്. പിന്നെ ചിലർ പെരുന്നാൾക്ക് പോകണില്ലേ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോകൂല. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ചുണ്ടാകും. എന്ന് വെച്ചിട്ട് ചിഞ്ച മക്കളെയും മാപ്പിളയും ഇട്ടുകാണ്ടില്ലൊരു ജീവിതമൊന്നുമില്ല. ഓരെന്നെയാണ് ഇഞ്ച ദുനിയാവിലെ ആഹ്റത്തുക്കും ഇഞ്ച ജീവിതം ഓലെന്നെയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വേറൊരു ജീവിതമില്ല എന്നാണ് ഇവർ വളരെ വ്യക്തമായിട്ട് പറയണത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും അങ്ങനെയൊക്കെ തന്നെ അടിപൊളിയായിട്ട് പോട്ടെ. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തിലെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. കാര്യം ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ഓരോ മനുഷ്യരും നിങ്ങൾ ആലോചിച്ചും കണ്ടിട്ടൊക്കെ വേണം വീഡിയോ ചെയ്യാൻ. നിങ്ങൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് ആൾക്കാർ കാണും. നിങ്ങളുടെ വീഡിയോസ് കാണാനും ഒരുപാട് വ്യൂവർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം കാശും ഉണ്ടാക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം എടുത്ത് നമ്മൾ പബ്ലിക്കിനെ മുന്നിലിട്ടിട്ടാണ് ഈ കളിക്കുന്നത്. എനിക്ക് ബേസിക്കലി ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന കാര്യത്തിനകത്തോട്ട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഇതാ. അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഫാമിലി വ്ളോഗ് ചെയ്തിട്ട് പോകണം. പക്ഷെ നമ്മുടെ ജീവിത കാര്യങ്ങൾ കൊണ്ടുവന്നെടുത്തോട്ട് പബ്ലിക്കിൽ ഇടരുത്. അത് കണ്ട് കൈയൊട്ടി ചിരിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ കാണിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. എന്നാലും ഈ പറയുന്ന ലൈലത്തയുടെ ലേറ്റസ്റ്റ് വീഡിയോയ്ക്കകത്ത് എന്താണ് സംഭവം എന്ന് പുള്ളിക്കാരത്തി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണെങ്കിൽ യൂട്യൂബ് നിർത്തിക്കളി. യൂട്യൂബാണോ നിങ്ങളെ കുടുംബത്തിൽ പ്രശ്നം എന്നുള്ളത്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഇടങ്ങേറാകാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം ആകാനായിക്കണ്. അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പബ്ലിക്കിൽ ഇത്രയും ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് യഥാർത്ഥമുണ്ട്. ഒരിക്കലല്ല യൂട്യൂബ് ഞങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. യൂട്യൂബ് കൊണ്ട് എൻ്റെ 2 കുടുംബത്തിനും ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഉപദ്രവം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനെ പറഞ്ഞ് മാറ്റി പല ആളുകളെ ഇടപെടലുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ്. അല്ലാതെ യൂട്യൂബ് ആണോ പ്രശ്നത്തിന് തുടക്കം, യൂട്യൂബ് കൊണ്ടാണോ ആ കുടുംബത്തിൽ ബുദ്ധിമുട്ട് വന്നത് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് മെച്ചേ ഉണ്ടായിട്ടുള്ളൂ. വേറെല്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാ. പിന്നെ ചിലർ പറഞ്ഞു 3 മക്കളെ ഇട്ടെറിഞ്ഞാണ്ട് ഉത്തരവാദിത്തം ഇല്ലാതെ നിങ്ങൾ ഇറങ്ങിപ്പോന്നല്ലോ, നിങ്ങളെ സമ്മതിച്ചണം എന്നുള്ളത്. ഇഞ്ച കൽബ് ഇച്ചും പടച്ചവനെ അറിയുള്ളൂ. ഒരാളോടും തുറന്ന് കാട്ടി കൊടുത്തിട്ട് കാര്യമല്ല. ഇഞ്ഞോളം ഇഞ്ച മക്കളെ കാര്യത്തിൽ വിഷമം ദുനിയാവിൽ ആര് കൂട്ടിപ്പിടിച്ചാലും ഇഞ്ച വേദന അത് ആർക്കും ഉണ്ടാവില്ല. അത് ഞാൻ എടുത്ത് പറയണമില്ല, അതടക്കട്ടെ. ഞാൻ ഇഞ്ച ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നതുമല്ല. വല്ലായി ഒരിക്കലും ഇഞ്ച ഇഷ്ടത്തിന് ഇഞ്ച മക്കളെയും മാപ്പിളിനെ ഇട്ടുകാണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതല്ല. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരാളല്ല ഞാൻ. ഈ ചിഞ്ച മാപ്പിളയും മക്കളുമാണ് വലുത്. പക്ഷെ ഇച്ച് പറ്റിയ പെടൽ എന്താണെന്നറിയോ?
മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ മനസ്സലിവ് കൂടിപ്പോയി. അതായത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴത്തേക്ക് ഓവറായിട്ട് എല്ലാവരെയും അങ്ങ് സഹായിച്ച് അവസാനം കയ്യിൽ ഒന്നുമില്ലാത്തൊരു സ്ഥിതിയൊക്കെ വരത്തില്ലേ, അതിൻ്റെയൊക്കെ ഏകദേശം ഒരു രൂപമാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? അതാണ് പുള്ളിക്കാരത്തി പറയാതെ പറയണത്. ആ വീഡിയോ ത്രൂ ഔട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതിനകത്ത് പുള്ളിക്കാരത്തി ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഒരുപാട് സഹതാപം ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല, പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങളും കൂടി നോക്കണമെന്ന്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാര്യം എല്ലാവരെയും നമ്മൾ മനസ്സറിഞ്ഞ് കൊണ്ടുപോയി സഹായിച്ചു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോഴത്തേക്ക് ഇവരാരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു പാഠമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ കഴിവതും ഇത്തരത്തിലൊക്കെ ഒരു വീഡിയോ ചെയ്യാൻ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. കാര്യം ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആൾക്കാരുടെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഈ ഒരു വിഷയം നൈസായിട്ട് മുതലെടുക്കുന്നു, കണ്ടന്റ് ഉണ്ടാക്കുന്നു, കാശിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. കാര്യം പുള്ളിക്കാരത്തിയുടെ തംബ്നെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും അത് കുറ്റമായിട്ട് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇത് പുതിയതായിട്ട് ഈ ഒരു വിഷയം വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം കാണും. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുമായിരിക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ ഇതൊക്കെ ചുമ്മാതെ വെറുതെ പൈസയ്ക്ക് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് എന്ന് ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. എന്തായാലും ബാക്കിയോടെ കാണാം. അതാണ് ഇച്ച് വന്ന പാൾട്ട്. കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇച്ചിന്ന് ഈ ഒരവസ്ഥ വരൂലേനും. അപ്പൊ ഇഞ്ച അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ആണായാലും പെണ്ണായാലും ജീവിതമാകുമ്പോൾ കുറേയൊക്കെ നമ്മളെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സീറോയിലാകും. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ഇപ്പം നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ലക്ഷക്കണക്കിന് പൈസ എൻ്റെ കജ്ജിലുണ്ട്. ഒരിക്കലുമില്ല. ഇച്ചിപ്പോൾ കടങ്ങളൊന്നുമില്ല. ഇഞ്ച ആവശ്യത്തിനല്ല പൈസ എൻ്റെ കജ്ജിലുണ്ട്. ഇഞ്ച സ്വന്തം കാര്യം ഞാൻ നോക്കി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എല്ലാം എൻ്റെ കജ്ജിൻ്റെ ഉള്ളനടിയിലുണ്ടായിരുന്നു. ലക്ഷങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു. സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ച് പറ്റിയ പാട്ട് എന്താണെന്നറിയോ? സ്വന്തം കാര്യം നോക്കി ജീവിച്ചാനും കജൂല, മറ്റുള്ളവരെ ബുദ്ധിമുട്ട് കണ്ടാൽ കണ്ണ് ചിമ്പാനും കജൂല. ഞാൻ ചെറുപ്പം മുതലേ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ മത്സ്യത്തെയാണ്. അത് എഴുതിക്കാണ്ട് ഞങ്ങൾക്ക് പട്ടിണി ഇല്ലേനും. പട്ടിണി ഇല്ലാതെ ഞങ്ങളെ വാപ്പ ഞങ്ങളെ പൊന്നോലെ നോക്കിയിരിക്കണം. കേട്ടല്ലോ. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീസൺസ് വീട്ടിൽ വന്ന് നിൽക്കാനുള്ളത്. പക്ഷേ ഇങ്ങനെ നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇതിനെ പറ്റിയിട്ട് വീണ്ടും ഈ ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും. കാര്യം നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ജീവിത മാർഗ്ഗമാണ് അല്ലേ. ഒരുപാട് പേര് ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് കാശ് ഉണ്ടാക്കുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബറൊക്കെ ഉള്ളൊരു ചാനലാണ്. ഏകദേശം 3.5 ലക്ഷം പുറത്ത് സബ്സ്ക്രൈബറൊക്കെ ഉള്ളൊരു ചാനലാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോവുക. ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വെറുതെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങൾ അനുഭവിച്ചു കാണും. പക്ഷേ ഇനി അതിനെ പറ്റിയിട്ട് വലുതായിട്ട് വീണ്ടും ചർച്ച ചെയ്യാതെ നിങ്ങൾ ഓരോരോ നല്ല കോണ്ടൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ കൂടത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാര്യം റിയാക്ട് ചെയ്ത ആൾക്കാർ വീഡിയോ പ്രൈവറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വീഡിയോക്കകത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത് പബ്ലിക്കിൽ വന്നൊരു സാധനമാണ്. അപ്പം വെറുതെ ആൾക്കാർ ഇത് വീഡിയോ പ്രൈവറ്റ് ആക്കുമെന്ന് എനിക്ക് അതിനെ പറ്റിയിട്ട് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും അവസാനമായി വേറെ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കാണാം. പിന്നെ ഇങ്ങനെ കാവാൻ കാരണം ചില ആളുകളെ ഓവറായിട്ടുള്ള ഇടപെടലുകളാണ്. അല്ലാതെ യൂട്യൂബ് അല്ല കേട്ടോ. യൂട്യൂബ് നമുക്ക് വെറുതെ പിടിച്ചിക്കുകയാണ്. യൂട്യൂബ് കൊണ്ട് ഞങ്ങൾക്ക് മെച്ചം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എല്ലാ പെണ്ണുങ്ങളോടായിട്ട് ഞാൻ പറയാം, ആണുങ്ങളോടും പറയാണ്, ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മൾ സ്വന്തം കാര്യം നോക്കണം. പാടാണ്. സ്വന്തം ആവശ്യത്തിനുള്ള പണം അതും കുറച്ച് മാറ്റി വെക്കൽ നല്ലതാണ്. പിന്നെ എന്ത് വേടിച്ചാണെങ്കിലും സ്വന്തം വരുമാനം കൊണ്ടാണെങ്കിൽ സ്വന്തം പേർക്കും കൂടി നിങ്ങൾ വാങ്ങാൻ നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒന്നിനും തെളിവുണ്ടാവില്ല. ഇന്ന് കാലത്ത് ദുനിയാവിൽ ജീവിച്ചണമെങ്കിൽ തെളിവാണ് വേണ്ടിയത്. എൻ്റെ കജ്ജിൽ തെളിവില്ല, ഒരു തെളിവുമില്ല കാട്ടിക്കൊടുക്കാൻ. പക്ഷെ ലക്ഷങ്ങൾ ആ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കണം. എന്നുവെച്ചാൽ കജ്ജിൽ 10 പൈസ അല്ല. എന്തുകൊണ്ടാ? സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൻ പഠിച്ചില്ല. പക്ഷെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എങ്ങനെ ജീവിക്കണം, ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കണം. അല്ലാതെ തൊള്ളിയിലേറിയിട്ടോ അന്യ ആണുങ്ങളോട് ചാറ്റ് ചെയ്തിട്ടോ പിന്നെ സ്വന്തം അഭിപ്രായത്തിന് ജീവിച്ചിട്ടോ അല്ല ഈ അവസ്ഥ വന്നിരിക്കണത്.
ഓക്കെ, അതായത് ലക്ഷങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കി, പക്ഷെ നിലവിൽ പുള്ളിക്കാരത്തി എന്താ പറയണ്ട, നിലവിലൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിലാണ് ചെയ്യേണ്ടത്. അതായത് വേറൊരാളുടെ പേരിൽ നിങ്ങളൊന്നും മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ എല്ലാം നിങ്ങളെ ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുടെ ഭാഗത്തൊരു പ്രൂഫും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പം ഈ പറയുന്ന സാമ്പത്തികമായിട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിറ്ററലി ഒരു ഫാമിലിയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ പുറത്താണ്. ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും എനിവേ ഈ ഒരു വിഷയം ഇനിയും കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വിഷയം റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇങ്ങനെ തുരുതുരാ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുകൊണ്ട് ഞാനിതൊരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇതുപോലെയുള്ള കുടുംബകാര്യങ്ങളൊക്കെ എടുത്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇടാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. അല്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ ആയിരിക്കും അത് ബാധിക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.